ചെറിയനാട് വാക്കുതർക്കത്തിനിടെ കല്ലുകൊണ്ടിടിച്ച് വയോധികനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി 31 വർഷത്തിനു ശേഷം പിടിയിലായി. ഇലസ്കോ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് വമ്പൻ ഓഫറുകളുമായി അഖിൽ വിഷൻ ചെറിയനാട് ചെങ്ങന്നൂർ. വെറും 10 രൂപയ്ക്ക് 150 കിലോമീറ്റർ വരെ യാത്ര. സ്മാർട്ട് ജനറേഷനു വേണ്ടി സ്മാർട്ട് സ്കൂട്ടർ. അഖിൽ വിഷൻ ചെറിയനാട് ചെങ്ങന്നൂർ. വിദേശത്ത് നിന്ന് നാട്ടിലെത്തിയ ചെറിയനാട് സ്വദേശി ജയപ്രകാശിനെയാണ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത്. ചെറിയനാട് അരിയന്നൂർശ്ശേരി ചേന്നംകോടത്ത് 71-കാരനായ കുട്ടപ്പ പണിക്കരെ വാക്കുതർക്കത്തിനിടെ കല്ലുകൊണ്ട് ഇടിച്ചും തൊഴിച്ചും കൊലപ്പെടുത്തിയ കേസിലാണ് അരിയന്നൂർശ്ശേരി കുറ്റിയിൽ പടിയിട്ടതിൽ ജയപ്രകാശിനെ ചെന്നിത്തലയിലെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. 1994 നവംബർ 15-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കുട്ടപ്പ പണിക്കർ കൊല്ലപ്പെട്ടതിനു പിന്നാലെ സൗദിയിലെ ജോലിസ്ഥലത്തേക്കു മടങ്ങിയ പ്രതി സംഭവസ്ഥലത്തു നിന്ന് ഏതാനും കിലോമീറ്റർ മാത്രം അകലെയുള്ള ഭാര്യ വീട്ടിൽ പലതവണ വന്നുപോയിട്ടും പോലീസിനോ നാട്ടുകാർക്കോ കണ്ടെത്താനായില്ല. സൗദിയിൽ നിന്ന് ജയപ്രകാശ് അവധിക്ക് നാട്ടിലെത്തിയപ്പോഴായിരുന്നു കൊലപാതകം നടത്തിയത്. മരിച്ചുപോയ അച്ഛനെക്കുറിച്ച് മോശമായി സംസാരിച്ച കുട്ടപ്പ പണിക്കരെ വീടിന് സമീപത്തെ കനാൽ റോഡിൽ കല്ലുകൊണ്ട് ഇടിച്ചും തൊഴിച്ചും ഗുരുതരമായി പരിക്കേൽപ്പിച്ചു എന്നായിരുന്നു കേസ്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഡിസംബർ 4-നാണ് കുട്ടപ്പ പണിക്കർ മരിച്ചത്. പിന്നാലെ മുംബൈയിലേക്കു കടന്ന ജയപ്രകാശ് സൗദിയിലെ ജോലിസ്ഥലത്തേക്ക് പോയി. പിന്നാലെ നാട്ടിലെ സ്ഥലം വിറ്റ് അമ്മയും സഹോദരങ്ങളും ഉൾപ്പെടെ കാഞ്ഞങ്ങാട്ടേക്ക് താമസവും മാറ്റി. ഏറെക്കാലത്തിനു ശേഷമാണ് കാഞ്ഞങ്ങാട് സ്വദേശിയെന്ന് പരിചയപ്പെടുത്തി ചെന്നിത്തലയിൽ നിന്ന് വിവാഹിതനായ ജയപ്രകാശ് കുറച്ചുനാളുകൾക്ക് ശേഷം ചെന്നിത്തലയിൽ സ്വന്തമായി വീട് വെച്ച് താമസമാക്കിയത്. ഇയാളെ പ്രതിയാക്കി 1997 ഏപ്രിൽ 30-ന് ചെങ്ങന്നൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. പലതവണ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചുവെങ്കിലും കണ്ടെത്താനായില്ല. 1999-ൽ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചു. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി രൂപീകരിച്ച സ്ക്വാഡിന്റെ അന്വേഷണത്തിലാണ് പ്രതി സൗദിയിൽ നിന്ന് അവധിക്ക് വീട്ടിലെത്തിയതായി അറിഞ്ഞത്. 26-ന് മടങ്ങാനിരിക്കെയാണ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ആധാർ കാർഡിലും തിരിച്ചറിയൽ കാർഡിലും പാസ്പോർട്ടിലുമെല്ലാം മേൽവിലാസം കാസർകോട്ടെയും ചെന്നിത്തലയിലും ആയിരുന്നതിനാൽ വിദേശത്തു നിന്നെത്തുന്നവരെ കൃത്യമായി നിരീക്ഷിച്ചിരുന്ന കോവിഡ് കാലത്ത് പോലും പ്രതി പിടിയിലായില്ല. ഡിവൈഎസ്പി MK ബിനുകുമാറിന്റെ മേൽനോട്ടത്തിൽ SHO AC വിപിന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി കുടുങ്ങിയത്. പ്രതി പിടിയിലായതോടെ കൊലപാതക കേസ് പുനരന്വേഷിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി MB മോഹനചന്ദ്രൻ പറഞ്ഞു. 4 ദിവസം കഴിഞ്ഞ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, മരിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുള്ളൂ. അപ്പോൾ അതായത് ആ സമയത്തുണ്ടായിരിക്കുന്ന ഒരു ഫിസിക്കൽ അസോൾട്ടിൽ വീണു. ഒരു പക്ഷേ ചിലപ്പോൾ ഫസ്റ്റ് എയ്ഡോ മറ്റോ കൊടുത്തിരുന്നെങ്കിൽ ആ സമയത്ത് തന്നെ പിന്നെ ഇഞ്ചുറി പോലും രക്ഷപ്പെടുന്ന ആളായിരുന്നു. അതായിരിക്കാം. അതിന് ശേഷം പിന്നെയാണ് ഹോസ്പിറ്റലിൽ പോകണത്. 4 ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ, പിന്നെ അവിടെ കിടന്ന് 16 ദിവസം കഴിഞ്ഞിട്ടാണ് 15-11 സംഭവം മരണപ്പെട്ടത് 14-12-ന് അറൗണ്ട് 1 മാസം കഴിഞ്ഞിട്ടാണ്. ഈ വിവാഹം കഴിച്ചു ഇയാള് പ്രതി 97-ലല്ലേ വിവാഹം കഴിച്ചു? ഏത് വർഷമാണ്? അതെ, ഈ സംഭവം കഴിഞ്ഞ് 2 വർഷത്തിനുള്ളിൽ തന്നെ വിവാഹം കഴിക്കണ്ടേ. അതല്ലേ പറഞ്ഞു. മാന്നാർ ഇപ്പോൾ ഓണത്തിന് വന്നാണ്. എല്ലാ വർഷവും 30 ദിവസം ലീവിൽ വരും. അതുപ്രകാരം ഇപ്രാവശ്യം വന്നു. ഓണത്തിന് വന്നു. 2-ാം തീയതി 3-ാം തീയതി വന്നു. ഈ മാസം 26-ാം തീയതി പോകാനിരിക്കുകയായിരുന്നു. അതിലാണ് നമുക്ക് ഈ ഇൻഫർമേഷൻ വന്ന് ചെക്ക് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ.